യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? കഠിനകാലം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ചിലത് കഠിനകാലത്തിലാണ്. ഈ കഠിനകാലമാണ് റെക്കോർഡ് ടൈം എന്ന് പറയണത്. വളരെ ശ്രദ്ധിക്കണം. അതായത് കഠിനകാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് നിറവേറാം, പക്ഷെ നിറവേറണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സാക്ഷിയുടെ ഒരാളെന്ന് വെച്ചാൽ അനിലയുടെ സാക്ഷി എന്ന് വെച്ചാൽ അനില ജർമ്മനി പോകാൻ വേണ്ടി കുറേ ആൾക്കാർക്ക് ഏജൻസിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലാണ്. എന്നിട്ട് ജർമ്മനി പോകാൻ വേണ്ടി ഫയൽ പ്രോസസ്സിങ്ങിന് കൊടുത്ത്. അപ്പോൾ അങ്ങനെ കൊടുത്ത് മൂന്ന് പേർക്ക് കൊടുത്ത്. ആദ്യം കൊടുത്ത് അത് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് പേരെ ഏജൻസിക്ക് കൊടുത്ത്. അവർ പറഞ്ഞ് ഞങ്ങളിത് ആദ്യമാണ്, നോക്കാം. അതും ഫ്ലോപ്പായിപ്പോയി. മൂന്നാമത്തത് പറയും ഈ ഫിസിയോതെറാപ്പിസ്റ്റിനെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞെന്ന് അവസാന കൈക്ക് പറയും. അങ്ങനെ ഈ ഒരു ഉടമ്പടി എടുത്ത് 1 കൊല്ലമായി, പക്ഷേ 3 ഏജൻസികളും ഫ്ലോപ്പായിപ്പോയി. മനസ്സിലായില്ലേ? ഇതാണ് കഠിനകാലം എന്ന് പറയുന്നത്. ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞില്ലേ? കഠിനകാലത്ത് ചില ആൾക്കാർ വിചാരിക്കും 3 എണ്ണം ഫ്ലോപ്പായില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തോന്നുമ്പോൾ ചെല്ലാം, രോഗികളെ പോയി കാണണമെന്നില്ല, വല്ലതും കണ്ടേക്കൊള്ളാം. അപ്പം പിന്നെ നമ്മൾ ഉഴപ്പും. കഠിനകാലം തന്നെ, അതായത് സ്റ്റാൻഡേർഡ് ഉഴപ്പുകാർക്കാണ് കഠിനകാലം കൂടുന്നത്. എപ്പോഴും ഓർത്തേക്കണം കാര്യം. അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം അനുഗ്രഹം അടിച്ചു മാറ്റി തല തുണിയിട്ട് മുങ്ങാൻ വേണ്ടി വന്നിരിക്കണം. സാക്ഷ്യം പോലും പറയത്തില്ല. അത് ദൈവത്തിന് അറിയാം, ഫ്രോഡാണെന്ന് അറിയാൻ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇട്ടുകൊണ്ട് ദൈവത്തെ അത് ഈ പറഞ്ഞ വ്യക്തി ഫ്രോഡാണെന്നല്ല എൻ്റെ അർത്ഥം. പല ആൾക്കാർക്ക് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നോക്കി ഇവരുടെ അവസ്ഥ തന്നെ നോക്കിയാണ്. ഇവർ ഫ്രോഡൊന്നുമല്ല, പക്ഷേ ഇവർക്ക് ഒരു പണിയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവർ 1 കൊല്ലമായിട്ട് 3 ഏജൻസിനെ മാറ്റി കാശ് കൊടുക്കുന്നു, ഫയൽ കൊടുക്കുന്നു. ഈ 3 കൊല്ലമായിട്ട് 3ഉം ഫ്ലോപ്പായിപ്പോയി. ഉടമ്പടി 1 കൊല്ലവും ആകുകയും ചെയ്തു, 1-2 പുതുക്കുകയും ചെയ്തു. ഒരു മാറ്റവും ഇല്ല ജീവിതത്തിൽ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ബോധം വന്ന്. എന്താ കാര്യം എന്നറിയാമോ? അവർക്ക് വന്ന ബോധം ഇതാണ്. ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടിവൾ. അപ്പം ഈ 1 കൊല്ലം മുഴുവൻ സാക്ഷ്യമൊന്നും കേട്ടിട്ടില്ലേ ആൾ? അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടിട്ടില്ല. വന്ന് ഉടമ്പടി എടുത്ത് പോയെന്നേ ഉള്ളു. ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ സാക്ഷ്യങ്ങളോ, അതിലൂടെയാണ് നമ്മൾ പരുവപ്പെട്ട് വരണത്. ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അവർ 10 രൂപ കൊടുക്കത്തില്ല, ചിലപ്പോൾ കൊടുക്കും, കുറച്ച് അവിടെ ഇരിക്കും, അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ട് 1 കൊല്ലം മുഴുവനും റിജക്ഷനാണ് വരുന്നത്. റിജക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവളുടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെ പ്രാർത്ഥന ഉള്ള കാരണം ഇവർക്കൊരു പ്രേയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ വീണ് പോണില്ല. അപ്പം ഇവർക്ക് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം ഇവരൊരു സാക്ഷ്യം കേൾപ്പിച്ചു. സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവൾ ഉടമ്പടിയിലല്ലെന്നുള്ള മനസ്സിലായത്. സാക്ഷ്യമാണല്ലോ എൻ്റെ മെയിൻ സംഭവം. സാക്ഷ്യം എടുത്തവർ ഉടമ്പടിയിൽ എങ്ങനെയാണ് ജീവിച്ച് അത് ക്രാക്ക് ചെയ്തതെന്നാണ് നമ്മൾ സാക്ഷ്യം പറയണത്. പക്ഷേ ഇവർ സാക്ഷ്യം വായിക്കത്തില്ല, സാക്ഷ്യം കേൾക്കത്തില്ല. അത് കാരണം ഇവർക്ക് പുരോഗതിയില്ല ഉടമ്പടിയിൽ. ഉടമ്പടി കൊണ്ടുവന്ന് എന്തൊക്കെ എഴുതിയിട്ട് ഡംപ് ചെയ്ത് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് എഴുതിയിട്ടും പോകും. അങ്ങോട്ട് കിടന്ന് നോക്കും. ഇവിടെ വന്ന് ഇപ്പം ഞാനിപ്പോൾ ആളെ വെക്കാൻ പോവുകയാണ് ഫോട്ടോനെ പിടിക്കാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഈ ആൾക്കാരെ കയറി ഉടമ്പടി ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറേ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതിനൊന്നും ഇവർ തയ്യാറല്ല. അതായത് കൈ നനയാതെ മീൻ പിടിക്കണം. അങ്ങനെയുള്ള പക്ക ഫ്രോഡുണ്ട്. ആരെങ്കിലും ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് നേർച്ചപ്പെട്ടിയുടെ അകത്ത് കൊണ്ടുവന്ന് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉടമ്പടി ചെയ്യാനും നിങ്ങൾക്ക് താല്പര്യമില്ലെന്നും
അത് ഉടമ്പടി ചെയ്ത ജനതയോടും വിശ്വാസത്തോടും സ്ഥാപനത്തോടും ശുശ്രൂഷയോടും ദൈവത്തിൻ്റെ പദ്ധതിയോടുമുള്ള പച്ചയായ വെല്ലുവിളിയായതുകൊണ്ട് മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തതാണ്. എപ്പോഴും ഓർത്തേക്കണം. നീ വെറുതെ ആലപ്പുഴ വന്ന് പണി മേടിച്ചിരിക്കുന്നതാണ്. കാര്യം മറ്റുള്ളവർക്ക് നീ ദുർമാതൃക കൊടുത്തു. അത് ഈസിയായിട്ട് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി, കൈ നനയാൻ മീൻ പിടിക്കാൻ വേണ്ടി മറ്റുള്ള ദുർമാതൃക കൊടുത്തു. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറായില്ല. പിശാചിൻ്റെ ഉപകരണമായിട്ടാണ് നീ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടി കെട്ടിത്താത്തിയിരിക്കണം. നിൻ്റെ നിയോഗം, നീ ഇതോടുകൂടി നിനക്ക് ഉള്ളത് കൂടി ഉള്ളവരിൽ നിന്ന് അവനുണ്ടെന്ന് കരുതന കൂടി എടുക്കപ്പെടുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. മത്തായി 25:29. മത്തായി 25:29. ഉള്ളവന് നൽകപ്പെടും, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, വെറുതെ വല്ലതൊക്കെ എഴുതിയിട്ടിട്ട് നേർച്ചപ്പെട്ടി കൊണ്ടുവന്ന് കെട്ടിത്താത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് എന്താ കർത്താവിൻ്റെ വചനം പറയണത്? അവർക്ക് ദൈവസ്നേഹമില്ല, ദൈവവിശ്വാസമില്ല, പിന്നെ കൈ നനയാൻ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഉള്ളതുകൂടി ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഒരിക്കൽ നിങ്ങൾ ചെയ്യരുതത്. ഇത് പിന്നെ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്? ഇതെന്ന് പറയുമ്പോൾ ഇത് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ ഈ കാലങ്ങളിൽ ദൈവം കൊടുത്തൊരു പദ്ധതിയാണ്. ജീവിച്ചാൽ മാത്രം പോലെ ദൈവത്തിന് ബോധ്യമാകണം. അതാണ് പ്രശ്നം. നിങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല, ദൈവത്തിന് ബോധ്യമാകണം. അത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വെല്ലുവിളി എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് എഴുതിയിടണമെന്നല്ല പ്രശ്നം. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ബോധ്യമാകാതെ കഴിഞ്ഞാൽ തീർന്ന വിഷയം. കണ്ട, വളഞ്ഞ് നെട്ടലിലൊക്കെ നേരെ വന്നെ കണ്ടില്ലേ? സെക്കൻഡുകൾക്കുള്ള നേരെ വന്നത്. നമ്മൾ സത്യസന്ധരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ റെക്കോർഡ് ഇടേണ്ട ടൈമിൽ ക്ലേശങ്ങൾ വർദ്ധിക്കേണ്ട ഒരു സമയം റെക്കോർഡ് ചെയ്യണം. അവിടെ നീ ഒരു റെക്കോർഡ് ഇട്ടാൽ നിൻ്റെ 90-ാം വയസ്സിലും ഈ റെക്കോർഡായിരിക്കും കൈകാര്യം ചെയ്യണത്. അതാണ് വിഷയം. ഈ റെക്കോർഡായി കൈകാര്യം ചെയ്യണത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ദൈവതിരുസന്നിധിയിലെ മോശം കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, സുവിശേഷ സാക്ഷ്യത്തിൻ്റെ നല്ല റെക്കോർഡ്. അങ്ങനെ റെക്കോർഡിട്ടാൽ ദൈവം അത് ഓർത്തിരിക്കും. ഓർത്തിരിക്കും? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹമെന്ന് പറഞ്ഞ സാധനം, നിൻ്റെ പഴയ സ്നേഹം ദൈവം റെക്കോർഡാണത്, ഓർത്തിരിക്കുകയാണ്. ഇപ്പോഴില്ലെങ്കിൽ അത് പറയും, ഇപ്പോഴത്രയും ഇല്ലെന്ന് പറയും. അതിൻ്റെ കാര്യം എന്താണ്? റെക്കോർഡ് ദൈവം സൂക്ഷിക്കുന്നു എന്നാണ്. അത് നിത്യത വരെ ഈ റെക്കോർഡ് സൂക്ഷിക്കും. എൻ്റെ പേര് രമ്യ. ഞാൻ വരുന്നത് ജീസസ് ബാപ്റ്റിസം ചർച്ച് തൈക്കാട്ടുശ്ശേരി ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ ഭർത്താവ് സൈമൺ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ മാസമാണ്. അന്ന് ഞാൻ ശരിക്കും എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കൂടെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ജ്യേഷ്ഠത്തി ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ അവിടെ കസേരയിൽ ഇരിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കൃപാസനത്തിൽ വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മോളുടെ ചെറുപ്രായം തൊട്ടേ തന്നെ എനിക്ക് കൃപാസനം അറിയാവുന്നതാണ്. ഞാൻ എപ്പോഴും വരികയും പണ്ട് ഏകദിന ധ്യാനത്തിലെല്ലാം വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പതിവ് പോലെ ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പം ചേച്ചി എന്നോട് ഉടമ്പടി എടുക്കാമെന്ന് വിളിച്ചെങ്കിലും ഞാൻ പറഞ്ഞ്, ചേച്ചി ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന ആളല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഇരുന്ന സമയത്ത് ഒരാൾ എന്നെ ഉന്തി, നീ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉന്തു വെച്ചെന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പോയി ഉടമ്പടി എടുത്തു. അന്ന് എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് 2 സ്ഥലം ഉണ്ടായിരുന്നു. ഒന്ന് ഇയാളുടെ വീടും എൻ്റെ വീടും കച്ചവടം ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്ന സമയത്ത് മാധവനോട് പ്രാർത്ഥിച്ച് 2ാമത്തെ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ 2 വീടുകളും കച്ചവടമായത്. അപ്പോൾ ഞങ്ങളൊരു പുതിയ സ്ഥലം വാങ്ങിച്ചിരുന്നു. അവിടെ ഭവനം പണിക്ക് വേണ്ടി ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയമായിരുന്നു. അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ എല്ലാവരെയും പോലെ തന്നെ തോന്നി, ഉടമ്പടി എടുത്തില്ലെങ്കിൽ ലോണൊക്കെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഉടമ്പടി എടുത്ത് എത്ര വിശുദ്ധിയിലൊക്കെ നടക്കണ്ടേ എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഞാൻ സത്യത്തിൽ എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ്
ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു, വീടിൻ്റെ കാര്യം സമർപ്പിച്ചു. പിന്നെ എല്ലാവരും ചെയ്യുന്നത് പോലെ ലൗകികമായിട്ടുള്ള കുറേ ആവശ്യങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. പിന്നെ ഞാൻ ശരിക്കും യാക്കോബ സഭയിലാണ് ഞാൻ ജനിച്ചതെങ്കിലും മാതാവുമായിട്ട് പണ്ട് എന്തോ ഒരു ഭയങ്കരമായൊരു ബന്ധം എനിക്കുണ്ടായിരുന്നു. 18ാമത്തെ വയസ്സിലാണ് മാതാവിനെക്കുറിച്ച് ശരിക്കും അറിയുന്നതും ജപമാല ചൊല്ലാൻ തുടങ്ങിയതും. ഞങ്ങളുടെ യാക്കോബിറ്റ് സഭയിൽ അങ്ങനെ ജപമാല ആരും ചൊല്ലാറില്ല. പക്ഷെ ഞാനൊരു സിസ്റ്ററുടെ ധ്യാനത്തിന് പോയതിന് ശേഷം ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും ജപമാല ചൊല്ലുമായിരുന്നു. സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലുമായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്ത് ആ മാതാവ് എന്നെ ഒന്ന് അറിയിച്ചു തന്നാൽ ഞാൻ ലോണിന് നടന്നിട്ട് എനിക്ക് ലോൺ കിട്ടിയില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മെറിറ്റൊക്കെ പോയി, ഇനി മാതാവ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഉപ്പ് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ലോണ് കിട്ടി വീട് പണി ആരംഭിച്ചു. വീട് പണി ആരംഭിച്ച് ഏകദേശം ഒരു പകുതി ടൈം കഴിഞ്ഞപ്പം ഇതെടുത്ത കോൺട്രാക്ടർ പണി നിർത്തിവെക്കുകയും പൈസയെല്ലാം നമ്മൾ മുൻകൂർ കൊടുത്തിട്ട് പണി തുടങ്ങാത്ത, അതായത് പൈസ വാങ്ങിയിട്ട് പണി തുടങ്ങാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജോലിയും നഷ്ടപ്പെടുകയുണ്ടായി. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നടുക്കടലിൽ പെട്ടുപോകുന്നൊരവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പക്ഷേ മുടക്കിയില്ല, റെഗുലറായിട്ട് തന്നെ പുതുക്കുകയും പേപ്പർ കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ജോലി പോയല്ലോ. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കൂടുതൽ കിട്ടി. അച്ഛൻ്റെ ആരാധനകൾ പഴയതും പുതിയതും എല്ലാം വീട്ടിലിരുന്ന് TV-യിൽ ഓണാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പണി സ്റ്റക്കായിരുന്ന സമയത്ത് പണിയുന്ന സ്ഥലത്ത് പോയി നേർച്ച വസ്തു ഉപ്പ് പണിസ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ കട്ടിളപ്പടികളിലും കല്ലിലും എല്ലാം ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ കുരിശ് വരച്ച് പണി വളരെ ഫാസ്റ്റായിട്ട് പണി പുരോഗമിക്കാൻ തുടങ്ങി. ആ സമയത്ത് കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ച് പൈസ കൊടുക്കാം, കാരണം അയാൾ ഒരു തരത്തിലും അത് നമ്മൾ പറയുന്ന രീതിയിൽ വരുന്നില്ല. അങ്ങനെ ഒരു സന്ധ്യ സമയത്ത് ഞാൻ ഉപ്പും കാശ് രൂപവും കയ്യിൽ പിടിച്ചിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, വെറുതെ ഒന്ന് പറഞ്ഞു സാറേ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൺസ്ട്രക്ഷനാണ്, ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ ചുമ്മാ ചോദിച്ചു, സാറേ ഞങ്ങൾ പണിതോട്ടെ വീടെന്ന് ചോദിച്ചു, ഹസ്ബൻഡും കൂട്ടുകാരും ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അയാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. പൈസ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യും, നിങ്ങൾ പണിതോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് 10ഉം 16ഉം പണിക്കാർ വെച്ചിട്ട് 2 മാസം കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പണി തീർന്നു. ആ സമയത്താണ് ഞങ്ങൾ അരൂരായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങൾ ലാറ്റിൻ പള്ളി തിരക്കി അങ്ങനെ ഇറങ്ങി. ഞങ്ങൾക്ക് അറിയില്ല എവിടെയാണ് ലാറ്റിൻ പള്ളി എന്ന്. അങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് 2 ചേട്ടന്മാർ വഴി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ലാറ്റിൻ പള്ളി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം അതിൻ്റെ അടുത്തുള്ള ഒരാൾ അവിടുത്തെ കപ്പിയാരുടെ നമ്പർ തന്നു, കുഞ്ഞുമോൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ നമ്പർ തന്നു. ഞങ്ങൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു, വൈകുന്നേരം നിങ്ങൾ വന്നാൽ ഇവിടെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അരൂർ പോയി തിരിച്ച് വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് അവിടെ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അവിടെയുള്ള പാരിഷ് സെക്രട്ടറിയുടെ വൈഫാ ചേച്ചി ഒരു പ്രാർത്ഥന എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞു, ഈ വിശ്വാസികളുടെ പ്രാർത്ഥന വായിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെന്താ ഞാൻ വായിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ആദ്യമായി ഇടവക ചേരാൻ ചെന്നതിന് ആൾത്താരയിൽ കയറി വായിക്കാൻ നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ജോസഫച്ചൻ വന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മമ്മി അടുത്തുണ്ട്, മമ്മിയോട് പറഞ്ഞു, മമ്മി ജോസഫച്ചൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തിക്കുന്നില്ല, എന്താണെന്നൊന്നും ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞാണ് അറിയുന്നത് ജോസഫച്ചനാണ് പള്ളിയുടെ വികാരി എന്ന്. അപ്പോൾ മാതാവ് ശരിക്കും എന്നെ അവിടെ കൊണ്ടുവന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ മാതാവിനെ ദർശനത്തിൽ കണ്ടതാണ്. അങ്ങനെ വീടിൻ്റെ പണി കഴിഞ്ഞു. വെഞ്ചരിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം അന്ന് പണി പൂർത്തീകരിക്കാൻ കുറച്ച് കൂടി തീരാനുണ്ട്, തീരുന്നില്ല. അപ്പം അച്ഛനോട് വെഞ്ചരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, അന്ന് ക്ലിൻ്റൺ അച്ഛനുള്ള സമയമാണ്. അച്ഛൻ പറഞ്ഞു ഞാൻ വന്ന് വെഞ്ചരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ വന്ന് വീട് വെഞ്ചരിച്ചതിന് ശേഷം വളരെ ഫാസ്റ്റായിട്ടാണ് പണി കഴിഞ്ഞത്. പിന്നെ 1 മാസം പോലും എടുത്തില്ല വീടിൻ്റെ പണി തീരാൻ. അങ്ങനെ ഞങ്ങൾ ഇടവകയിൽ ചേർന്നു. അവിടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജൂൺ മാസം ആയ സമയം തൊട്ട് എനിക്ക് പീരീഡ്സ് കറക്റ്റ് അല്ലാത്ത അവസ്ഥയിലോട്ട്, അതായത് പീരീഡ്സ് ഒട്ടും വരുന്നില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു. ജൂൺ മാസം ജൂലൈയൊക്കെ അങ്ങനെ നിന്നു. ഓഗസ്റ്റ് മാസം പെട്ടെന്ന് ശക്തമായ ബ്ലീഡിങ് ഉണ്ടാകുകയും ഒരാഴ്ചയൊക്കെ ഞാനത് കൊണ്ടു നടന്നു. പക്ഷേ എനിക്ക് പിന്നീട് ഒരാഴ്ച കൂടി കഴിഞ്ഞ് രാത്രിയിൽ ശക്തമായ ബ്ലീഡിങ്ങും പെയിനോട് കൂടി, അതായത് നമ്മൾ ഡെലിവറിക്ക് കയറുന്നതിലും ശക്തമായ പെയിനായിരുന്നു. വയറിലും ബാക്ക് സൈഡിലും പെയിൻ വന്ന് എൻ്റെ ബോധം പോകുന്ന അവസ്ഥയായി. അങ്ങനെ എന്നെ പെട്ടെന്ന് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
എമർജൻസിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഇന്ദു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണണോ ഞാൻ പറഞ്ഞത്. പക്ഷെ അവരിങ്ങനെ പറഞ്ഞു, വേറൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ അവിടെ ചെന്നിരുന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു എമർജൻസി അവിടെ സ്കാൻ ചെയ്തപ്പം പറഞ്ഞത്, നിൻ്റെ യൂട്രസിൽ 17 സെൻറ്റിമീറ്ററിലുള്ളൊരു പോളിപ്പാണ്. അത് യൂട്രസിന് ഭയങ്കര വലിപ്പമാണ്. ആ മോണിറ്ററിൽ കാണിച്ചു തന്നു, യൂട്രസിന് ചുറ്റും നിറയെ ബ്ലഡാണ്, അതിൻ്റെയാണ് ഈ പെയിൻ. ഇത് ബയോപ്സിക്ക് വിടണം, ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് കേട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും അറിയാം നോർമലി നമ്മൾ ആകെ തറന്നു. പക്ഷേ പെട്ടെന്നൊരു വിഷമം തോന്നി, ഒരു കരച്ചിൽ വന്നെങ്കിലും പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാൻ എന്തിനാണ് പേടിക്കുന്നത്, ഞാൻ ഉടമ്പടിയിലല്ലേ. അങ്ങനെ ഞാൻ ബയോപ്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ സമയത്ത് മൂത്ത ഏട്ടൻ വന്നിട്ട് ഒരു കൃപാസനം പത്രം തന്നിട്ട് പറഞ്ഞു, ഈ പത്രം കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രമൊന്നും ഉണ്ടല്ലോ, ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാശ് രൂപം. ഞാൻ പത്രം കയ്യിൽ പിടിച്ച് ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി കഴിച്ച കാശ് രൂപവും കഴുത്തേലിട്ടുകൊണ്ട് ഞാൻ ബയോപ്സിയുടെ ആ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി. അത് ഡോക്ടർ പറഞ്ഞു കുറച്ച് ഇത്തിരി നല്ല പെയിൻ ഉണ്ടാകും, ഉള്ളിലേക്ക് ഒരു ഇത് കിടത്തി വിട്ടിട്ടൊക്കെയാണ് അത് എടുക്കുന്നതെന്ന് പറഞ്ഞു, നല്ല വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിച്ച് നേർച്ച വസ്തു കഴിച്ച് ആശുരൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചു മാതാവേ. പക്ഷേ എനിക്ക് ഒരു ചെറിയ വേദന പോലും എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറയുന്നു, നിനക്ക് അധികം വേദന ഉണ്ടായില്ലല്ലോ എന്നാണ് ഡോക്ടർ പറയുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ഡോക്ടർ എന്നെ അങ്ങനെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് വിട്ടു. ഞാൻ വളരെ കൂളായിട്ട് അപ്പം ഡോക്ടർ എനിക്ക് പറയും ഈ ഹോർമോണിൻ്റെ ഗുളിക മാത്രമാണ്, ഇത് റിസൾട്ട് വരാണ്ട് ഒന്നും മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അത് മതി, ഞാൻ നേർച്ച വസ്തുക്കൾ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊരു ഇത് കുറഞ്ഞ സമയത്ത് ഞാൻ ജോലിക്ക് വന്നു വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടേയാക്കും, തിരിച്ച് ഞാൻ വന്ന് അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോരും. അങ്ങനെ കാരണം എനിക്ക് 2.5 വർഷം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് മാതാവും ഈശോയും കൂടി തന്നൊരു ജോലിയാണ്. അപ്പം അതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. ബയോപ്സി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആകുലപ്പെട്ടില്ല. എന്നോട് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി പറയും, എനിക്ക് ഉറപ്പായി അമ്മയ്ക്ക് അതൊന്നും വരത്തില്ല എന്ന്, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് എന്നോട് പറയുമായിരുന്നു. ചേച്ചി എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ മാതാവിനോട് പറയും, മാതാവേ എനിക്ക് ക്യാൻസർ വരാനാ, എനിക്ക് ക്യാൻസർ വന്നാൽ ഇവരുടെ കാര്യമൊക്കെ ആര് നോക്കും, പ്രാർത്ഥിക്കാനൊക്കെ നോക്കണ്ടേ, കുടുംബം ആര് നോക്കും എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. അവസാന റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് ക്യാൻസർ ഇല്ല, യൂട്രസിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള റിസൾട്ട് വന്നു. അതുമായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ അപ്പോൾ ഈ റിസൾട്ട് വെയിറ്റിങ്ങിൻ്റെ ടൈമിൽ ഒരു സൺഡേ അച്ഛൻ പള്ളിയിൽ വന്നപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, യൂട്രസിൽ ഇങ്ങനെ പോളിപ്പ് ഉണ്ടായിട്ട് ടെസ്റ്റിന് വിട്ടിരിക്കുന്നുണ്ട് അച്ഛാന്ന് ഒരു സാധാ രീതിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞോളൂ, മുട്ടുകുത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. എൻ്റെ വയറ്റത്ത് കൈവച്ചിട്ട് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു കുഴപ്പവും വരത്തില്ലടി മോളെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ധൈര്യമായി, എനിക്കിനി അതിനകത്തൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ റിസൾട്ട് വന്നപ്പം റിസൾട്ട് നെഗറ്റീവായിരുന്നു. ഞാൻ എന്നിട്ട് ഡോക്ടറെ എടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാനും കൂടി ചെയ്യാമെന്ന് പറഞ്ഞ് ആൾ അവിടെ തന്നെ സ്കാൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എടി ഭയങ്കര അത്ഭുതമാണ്, 17 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന പോളിപ്പ് വെറും 5 സെൻറ്റിമീറ്ററായിട്ട് കുറഞ്ഞിരിക്കുവാണ്, നീ എന്നാ ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു വന്നു, പിന്നെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ വയ്യാതിരുന്ന സമയത്ത് ഒരു ദിവസം എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ഓഫീസിലോട്ട് വന്ന സമയത്ത് ഓഫീസ് ടൈം ആയില്ല, 8:30 ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, അവിടെ പോയെന്ന് പ്രാർത്ഥിച്ചേക്കാം, അത്രയും സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം ഇവിടുന്ന് കൊണ്ടുപോയ കൃപാസന പത്രം ഒരു കെട്ട് പേപ്പർ അവർ ആരോ പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് അത് അവർ വലിച്ച് പുറത്ത് കിടക്കുക. മഴ ചാറ്റൽ മഴയുണ്ട്, അത് നനഞ്ഞ് ഞാൻ എൻ്റെ മുട്ട് അന്ന് ഭയങ്കര വേദനയായിട്ടാണ് ഞാൻ ഈ വയ്യായികയുടെ കൂട്ടത്തിലൊരു റിസൾട്ട് വെയിറ്റിംഗ് ആണ്, ബയോപ്സിയുടെ ആ ടൈമാണ്. അപ്പം ഞാനപ്പോൾ ഓടിച്ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോലെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും, കാലുവേദന എന്ന് പറഞ്ഞവൾ പേപ്പർ കണ്ടപ്പോൾ ഓടുന്നല്ലോ എന്ന്. അപ്പം ഞാൻ ഓടിപ്പോയി എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു നീ ഈ പേപ്പറും കൊണ്ട് എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വണ്ടിയിൽ വെച്ചിട്ട് പറഞ്ഞു ഇത് വൈകുന്നേരം ഞാൻ ഈ പേപ്പർ കൊടുത്തോളാന്ന് പറഞ്ഞു. ഇത് ചെയ്ത നിമിഷത്തിന് ശേഷം എൻ്റെ കാലുവേദന എവിടെ പോയി എന്ന് എനിക്കറിയില്ല. എന്നെ എടുത്തു കയറ്റേണ്ടി വരുമെന്ന് ഓർത്ത് ആൾ നോക്കി നിൽക്കാൻ ഞാൻ സ്റ്റെപ്പ് കയറി ഓഫീസിലേക്ക് പോയി. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. പിന്നെ ഇത് ഓരോരോ കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഹസ്ബൻഡിന് 2019 ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിരുന്നു. അത് എന്ത് രോഗമാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബണ്ണു പോലെ വീർത്തിരുന്നിരുന്നു. ആ സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ അസുഖം പൂർണ്ണമായി മാറിപ്പോയി, പിന്നീട് വന്നിട്ടില്ല.
അപ്പം വർഷങ്ങൾക്ക് മുമ്പ് വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാതാവ് ഞാൻ മറന്നുപോയാലും മാതാവിൻ്റെ ഓർമ്മയിൽ ഞാനുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പിന്നെ അതേപോലെ പള്ളിയിൽ പോകാൻ പ്രായമായ അപ്പച്ചനും ഒക്കെ ഉണ്ട്. അപ്പം ഞാനൊരു വാഹനം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം വളരെ നല്ലൊരു വാഹനം എടുക്കാനുള്ളൊരു അനുഗ്രഹം 2022 ഒരു വാഹനം എടുക്കാനുള്ള അനുഗ്രഹം അതും മാതാവ് തന്നു. അത് വെച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ അപ്പം ഞങ്ങൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ആ വാഹനം വെച്ചിട്ട് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകുമ്പം കുറച്ച് അമ്മച്ചിമാരുണ്ട് നടക്കാൻ പറ്റാത്ത. ഈ അമ്മച്ചിമാരെ എല്ലാം കയറ്റിക്കൊണ്ട് പള്ളിയിൽ ഇറക്കും, തിരിച്ചു കൊണ്ടുവന്ന് അവിടെ ഇറക്കും. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ദൈവം തന്നതല്ലേ വാഹനം. അപ്പോൾ ഇനി ഇവർ മൊത്തം ചവിട്ടി ചെളിയാക്കുമത്. ഞാൻ പറഞ്ഞത് സാരമില്ല, നമുക്ക് ദൈവം തന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഈ വാഹനത്തിൽ അങ്ങ് ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അവർ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഞൊണ്ടി നടന്നു പോകുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ തന്ന അനുഗ്രഹം അങ്ങനെ വിനിയോഗിക്കാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഞാൻ പറഞ്ഞു, ഭവനം പണിക്ക് ചെയ്തതും മറ്റ് അസുഖത്തിൻ്റെ ഇത് തുടങ്ങിയ സമയം മുതൽ ഞാൻ പുറത്തേക്ക് രാവിലെ ഇറങ്ങുമ്പം 6:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. കുർബാന കണ്ടതിന് ശേഷം അവിടെ നിന്ന് തന്നെ കയറി ഞാൻ ജോലിക്ക് പോവുക ചെയ്യുന്നത്. അപ്പം കുറച്ച് വെള്ളമെടുത്ത് ഉപ്പും തേനും തൈലവും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ച് കർത്താവിൻ്റെ സംരക്ഷണവും വായിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. രാവിലെ നമ്മുടെ പ്രഭാത പ്രാർത്ഥന ചൊല്ലി ഉടനെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി അതിൻ്റെ കൂടെ തന്നെ പിന്നെ സാക്ഷ്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് വൈകുന്നേരവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ സാക്ഷ്യങ്ങൾ ഇട്ടിട്ട് ഉള്ളൂ. ഞങ്ങൾ സാധാരണ കേബിളൊക്കെ കട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾ സാധാരണ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ടി വിയിൽ വരെ കേൾക്കാറില്ല. പിന്നെ എനിക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോൾ അതിനകത്ത് അച്ഛൻ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നത്തിൽ ഇരിക്കുവാണെങ്കിലും വലിയൊരു സൊല്യൂഷൻ അതിനകത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ താമസിക്കുന്നത് അത് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കുമെന്നും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ വയ്യായിക മാറിക്കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ മനസ്സിൽ, മാതാവേ, ഞാൻ ബസ്സിൽ കയറിയൊക്കെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ? അപ്പോൾ ഒരു ദിവസം അച്ഛനൊരു കഴിഞ്ഞ മാസം അച്ഛന് ഒരുപാട് പ്രാവശ്യം സ്വപ്ന ദർശനത്തിൽ വരാറുണ്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ട് സ്വപ്നത്തിൽ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു, എടി മകളെ, നിനക്കിനി ഈ അസുഖം വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, ഞാനിങ്ങനെ മനസ്സിൽ തോന്നിയപ്പോൾ അച്ഛനെ കൊണ്ട് മാതാവ് പറയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അനുഗ്രഹം. പിന്നെ എൻ്റെ മോളുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവർ ഉടമ്പടിയിലാണ്, അവൾ നേഴ്സിംഗ് പഠിക്കുക, ഹോസ്റ്റലിലാണ്. അപ്പോൾ അവളത് നേരിട്ട് പറഞ്ഞോളൂ അവളുടെ പഠിത്തം കഴിയുമ്പോൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് പേപ്പറുകൾ മേടിച്ചിട്ട് ഓട്ടോ സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ്, പള്ളികളിൽ, പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരിക്കൽ ബസ്സിൽ കയറിയപ്പം ഒരമ്മച്ചി, എനിക്കത് മാതാവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കലവൂരിൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ആൾ കയറിയത്. ഞാൻ തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അപ്പം ഫ്രണ്ടിൽ സീറ്റ് ഉണ്ടായിട്ടും ആ അമ്മ വന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് ഭയങ്കര തലവേദനയാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ തൈലം ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ തൊട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തൊട്ട് പ്രാർത്ഥിച്ചതോടുകൂടി അവർ പറഞ്ഞു, എൻ്റെ തലവേദന എവിടെ പോയി എന്നറിയില്ല. ഞാൻ പറഞ്ഞ കൃപാസനത്തിലെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പോകാം മോളെ അവിടെ എന്നൊക്കെ പറഞ്ഞാണ് ആ അമ്മ ഏതോ ഒരു സ്റ്റോപ്പിൽ അമ്മ ഇറങ്ങി. പക്ഷേ അവരെൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും ഒരു കഷ്ണം നുറുക്കും വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഇറങ്ങി. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അനുഗ്രഹങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും മോശം അവസ്ഥയെ പോലും കുറച്ച് ഒരു പൊതിച്ചോറ് അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അതൊരു 23-25 എണ്ണമൊക്കെ എനിക്ക് സാലറി കിട്ടുമ്പോൾ തന്നെ ഞാൻ തന്നെ ഞാൻ ഹസ്ബൻഡും കൂടി പാചകം ചെയ്ത് പൊതിഞ്ഞ് ഞങ്ങൾ തന്നെ എല്ലാം ചെയ്ത് അത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുന്ന ജെനുവിനായിട്ടുള്ള രോഗികളായിട്ടുള്ളവരെ അവർക്കൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയത്തില്ല, ഇവിടെ പറയേണ്ടതുകൊണ്ട് പറഞ്ഞു, അങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ അറിയുന്ന ആർക്കെങ്കിലും വയ്യായികേണ്ട അരിയോ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. കരുണ തോന്നുന്ന നമുക്ക് മറ്റുള്ളവരോട് കരുണ, അതാണ് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുന്നത് മറ്റുള്ളവരുടെ അത് കേൾക്കുമ്പം. പിന്നെ എനിക്ക് യൂട്രസിൻ്റെ അസുഖം വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ഞാൻ അതുവരെ പ്രാർത്ഥിക്കുമ്പോൾ യൂട്രസ് രോഗികൾക്കൊന്നും വേണ്ടി അങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്.
പിന്നെ ഏറ്റവും വലിയൊരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ കർത്താവേ അത് തന്നല്ലോ എന്നിട്ട് പറയാം അതും കൂടി കിട്ടിയാൽ കൊള്ളായിരുന്നു, ഇങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. പിന്നെ ആയപ്പോൾ ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ കൂടുതൽ സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ യെശയ്യാ 45:2, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഓടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. പിന്നെ അതേപോലെ നമ്മുടെ യോഹന്നാൻ്റെ 11:14, പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് നന്ദി, അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നറിയാം എന്ന്, അങ്ങനെ കുറേ വചനങ്ങൾ. പിന്നെ കർത്താവാണ് ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ വചനം എഴുതാറുണ്ട്, ഓഫീസിൽ പോയിരുന്നിട്ട് എഴുതാറുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹം 3 മണി സമയത്ത് എനിക്കവിടെ അരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. ഒന്നുമില്ല, ഞാൻ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് അച്ഛൻ്റെ ഇതൊക്കെ കേൾക്കാൻ പറ്റാറുണ്ട്. സാഹചര്യങ്ങളുണ്ട് അവിടെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 2 സ്റ്റുഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ജോലി സ്ഥലത്ത് ആ സാറ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയമായിരുന്നു. ഞാനവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 11 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് മാതാവ് ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതകാലം മുഴുവനും അല്ലെങ്കിൽ മരണം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള കഴിവ്, സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പം ഭയങ്കരമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവ് എനിക്ക് ദൈവം തന്നു. ഞാൻ എൻ്റെ വായിൽ എവിടുന്നാണ് നന്ദിയുടെ ഇതിങ്ങനെ വരുന്നതെന്നറിയില്ല, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, ഭയങ്കര ശക്തിയോടുകൂടി. ബൈബിള് കയ്യിൽ ഉയർത്തിപ്പിടിച്ചാണ് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. കൊന്തയും എല്ലാം ചൊല്ലും. പിന്നെ ഈ ലോൺ ഒരു വട്ടം ആദ്യത്തെ പ്രാവശ്യം മുടങ്ങിയ സമയത്ത് ബാങ്കിൽ നിന്ന് ആൾ വന്ന് സംസാരിച്ചു. അന്ന് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ അന്ന് തന്നെ തൊട്ട് അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞാൻ നമ്മുടെ ഭവനത്തിൻ്റെ അവിടെ സ്ഥാപിച്ച് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് രാത്രിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി, ഹസ്ബൻഡ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിടും, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, ജെറീക്കോ പ്രാർത്ഥന നടത്തും. അങ്ങനെ ഒരു വലിയ കൊന്ത വാങ്ങിച്ച് ഫ്രണ്ടിലിട്ട് ഭയങ്കര. ഇപ്പം അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇതുപോലെ എന്നോട് ചോദിക്കും, ഇത് ഇവിടെ ഭയങ്കര ശല്യക്കാരായിരുന്നു എന്ന് പറയും അവിടെയൊക്കെ, പക്ഷേ ഇപ്പോൾ ഭയങ്കര സൈലൻ്റാണ്. ഞങ്ങളുടെ പള്ളിയിലുള്ളവരൊക്കെ പറയും രമ്യ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നല്ലപോലെ. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കണേനല്ല, മാതാവ് ഈ പരിസരത്തുണ്ട്. അപ്പം അവിടെ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ വീടിന് മുകളിൽ മാതാവിനെ കണ്ടു. പിന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഒത്തിരി പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. മഴവിൽ എൻ്റെ മോളുടെ കോളേജിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടി മെസ്സേജ് വരുന്ന ടൈമിൽ ആകാശത്ത് മഴവിൽ തെളിഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഈ ഫീസ്, അന്ന് ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് മാതാവ് ഇടപെട്ട് ആളുകളെ ആയാലേ നമുക്കിത് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന്. അതേപോലെ തന്നെയാണ് സംഭവിച്ചതും. അങ്ങനെ പിന്നെ മെഴുകുതിരിയിൽ എൻ്റെ മമ്മിയുടെ മെഴുകുതിരിയിൽ മാതാവും ഈശോയും, എൻ്റെ മെഴുകുതിരിയിൽ മാതാവ്, എപ്പോഴും അടയാളങ്ങൾ. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഒരാൾ പാസ് ചെയ്യുന്നത് പോലെ എപ്പോഴും സ്റ്റെയറിൻ്റെ മേളിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ മാതാവുണ്ട്. ഞാൻ പോരുമ്പോൾ ഇങ്ങനെ പറയും 2 പേരും കൂടി എൻ്റെ കൂടെ പോന്നേക്കണം കേട്ടോ, എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ. വണ്ടിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് ചോദിക്കും നീ എന്താ ഇങ്ങനെ? ഞാൻ പറയും മാതാവിന് ഇരിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുവാണ്. അപ്പം മറ്റുള്ളവർക്ക് ചിലപ്പം അതൊക്കെ യുക്തിവാദികൾക്ക് പലതും തോന്നാം, പക്ഷേ നമ്മുടെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളും നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചു, ഇനി നമുക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോഴും പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ഈശോയോട് നമുക്ക് എന്താഗ്രഹമാണെങ്കിലും കുറച്ച് താമസിച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് വരും. സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന മന്നയാണ് ഉടമ്പടി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കുറേ നാളായിട്ട് ഈശോ പറയുക, എടി നിനക്കൊക്കെ തന്നിരിക്കുന്ന മന്നയാണത്, നീയൊക്കെ അത് മര്യാദക്ക് ഉപയോഗിക്കുന്നത്. ബൈബിൾ എടുക്കുമ്പോൾ ഈശോ സംസാരിക്കാറുണ്ട്. പിന്നെ പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ ചില ഏട്ടന്മാരെന്നോട് ചോദിക്കും ഓ മാതാവ് എല്ലാം അങ്ങ് തന്നല്ലേ എന്ന് പറയും. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് ഇതെല്ലാം അങ്ങ് വിശദീകരിച്ച് കൊടുക്കും. അപ്പോൾ ആളൊരു പേപ്പറുമായിട്ടേ പോവുള്ളൂ. അങ്ങനെ പള്ളികളിൽ എവിടെ പേപ്പർ ഇരിക്കുന്ന കണ്ടാലും ഞാൻ എടുത്തുകൊണ്ടേ കൊടുക്കാറുണ്ട് മാക്സിമം. പിന്നെ എന്തെങ്കിലും മനുഷ്യരാണ് നമ്മളെന്തെങ്കിലും, എനിക്ക് ഈ അന്യായങ്ങൾ കാണുമ്പം പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ട്. എന്നാലും മാക്സിമം ഞാൻ ഇപ്പം ശ്രമിക്കാറുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. പിന്നെ കുറച്ച് ആളുകൾ എന്നെ വളരെ മാനസികമായി തകർത്ത കുറച്ച് ആളുകളുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവരോട് എത്ര വന്നിട്ട് എനിക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഈശോയോട് പറഞ്ഞു നീ അനുഭവിച്ച ത്യാഗത്തേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്നു ഈശോയെ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി മരണം വരെ ഞങ്ങൾ ഇപ്പം 3 പേരും ഉടമ്പടിയിലുണ്ട്, എൻ്റെ മോളും ഉടമ്പടിയിലുണ്ട്. അപ്പം മരണം വരെ ഉടമ്പടിയിൽ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസഫ് അച്ഛനും ഇവിടെയുള്ള എല്ലാ പ്രേക്ഷിതർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു.